KPCC ആസ്ഥാനത്തിനും എം മനോജ് ചേരുകയാണ്. മനോജ്, KCO വീഡിയോ RCO എന്ന ചോദ്യത്തിനൊടുവിൽ VD എന്ന ഉത്തരം ACC നേതൃത്വം നൽകിക്കഴിഞ്ഞു. സ്വാഭാവികമായും VD അനുകൂലികൾ വലിയ സന്തോഷത്തിലാണ്. അതേസമയം തന്നെ ചെന്നിത്തല KC അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അസംതൃപ്തരുമാണ്. ഇന്ദിരാഭവനിലെ സാഹചര്യം എന്താണ്? KPCC ആസ്ഥാനത്ത് പ്രവർത്തകരൊക്കെ എത്തിയിരിക്കുന്നു. ഇവിടെ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ മുഴങ്ങുകയാണ്. എന്തായാലും VD അനുകൂലികളായിട്ടുള്ള MLA മാരും അതോടൊപ്പം തന്നെ പ്രവർത്തകരുമൊക്കെ ഇവിടെ നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. അവർ റോഡിലൊക്കെ ഇറങ്ങി ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും നേരത്തെ KP പറഞ്ഞതുപോലെ തന്നെ 11ാം നാൾ ആ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. VD സതീശൻ എന്ന പേര് അവസാനം ഈ ഹൈക്കമാൻഡിന് മുന്നോട്ട് വെക്കേണ്ടി വരുന്നു. അതിൻ്റെ സമ്മർദ്ദമൊക്കെ കൃത്യമായും മനസ്സിലാക്കാം. അതായത് ലീഗിൻ്റെ തീരുമാനം എന്താണോ അല്ലെങ്കിൽ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാനം VDയിലേക്ക് ആ പേര് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ VD സതീശൻ്റെ ചിത്രങ്ങളൊക്കെ ഉയർത്തി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഈ ഒരു സീനിയോറിറ്റി പരിഗണിച്ചില്ല, സമീപനം പാലിച്ചിട്ടും കൃത്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല എന്നുള്ള ഒരു വിഷമമൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ KC അനുകൂലികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വാങ്ങിവെച്ച ലഡുവും അതോടൊപ്പം തന്നെ പൊട്ടിക്കാൻ വെച്ച പടക്കവും ഒക്കെ ഇന്ന് മാറ്റിവെച്ച് വിഷമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. അതേസമയം VD അനുകൂല ക്യാമ്പുകളിലാണ് ഈ ആഘോഷം നടക്കുന്നത്. കൂടുതൽ MLA മാരും പിന്തുണച്ച KCക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് ആളും ആരവവും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഹൈക്കമാൻഡ് തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്ന് പറയുമ്പോഴും പക്ഷേ ആഘോഷങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. സംസ്ഥാന വ്യാപകമായി നോക്കുമ്പോഴും VD അനുകൂലികളുടെ ആഘോഷം നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ KCയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുള്ള അസംതൃപ്തിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി ഈ ഒരു പ്രഖ്യാപനം, അതായത് 12 മണിയോടുകൂടി ഔദ്യോഗികമായി പ്രഖ്യാപനം വരുന്നു. അതിനു മുന്നേ തന്നെ സൂചനകൾ ലഭിക്കുന്നു. അപ്പോഴേക്കും ഈ VD സതീശൻ അനുകൂലികളുടെ ക്യാമ്പുകൾ ഇത്തരത്തിൽ തന്നെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പടക്കം പൊട്ടിച്ചുമൊക്കെ ആഘോഷം തുടർന്നിരുന്നു. എന്തായാലും KPCC ആസ്ഥാനത്തിന് മുന്നിലാണ് ഈ ഒരു ആഘോഷം തുടരുന്നത്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യവുമായി പരസ്യ പ്രകടനമൊക്കെ നടത്തി വന്നിരുന്ന അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി വന്നിരുന്ന, പോസ്റ്ററുകൾ ഉയർത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വാക്കിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് നടക്കുന്നത്. അതേസമയം തന്നെ കൂടുതലും ലീഗിൻ്റെ ഒരു സമ്മർദ്ദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് VD സതീശൻ ആകണം എന്നുള്ളത് ലീഗ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് KC ആകരുതെന്നും അല്ലെങ്കിൽ RC ആകരുതെന്നും ഒക്കെ ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഒക്കെ കൃത്യമായും അതിനൊക്കെ മറുപടി എന്ന് പറയുന്നത് ലീഗിൻ്റെ ഏതൊരുവിധ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ ഏതൊരു സമ്മർദ്ദത്തിനും വഴങ്ങുന്ന ആളായി തന്നെ സതീശനെ അവരെന്നും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് VD സതീശനിലേക്ക് ഹൈക്കമാൻഡ് ആ തീരുമാനം എത്തിക്കുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കാം, അതായത് പല ട്രോളുകളും ഇങ്ങനെ വരുന്നുണ്ട്. ആരാണ് ഹൈക്കമാൻഡ്? അത് പാണക്കാടി ശിഖാബലി തങ്ങളാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും ആ തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, അത് 11 നാൾ നീണ്ടു നിന്ന ഈ ഒരു സമ്മർദ്ദം അത് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് RC ആണോ KC ആണോ അതോ VD ആണോ എന്നുള്ള ഒരു ചോദ്യം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഉയർന്നു നിന്നിരുന്നു. എന്തായാലും പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്, നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. എന്തായാലും അവസാനം VDയിലേക്ക് തന്നെ എത്തിച്ചേർന്നു. തീർച്ചയായും ഏറ്റവും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമാണ് എടുത്തത്. എല്ലാവരും രണ്ട് നേതാക്കളും വലിയ പ്രാഗൽഭ്യം തെളിയിച്ച നേതാക്കന്മാരാണ്. VD സതീശനെ ജനവികാരം മാനിച്ച് AICC എടുത്ത തീരുമാനം എന്തുകൊണ്ടും ഈ സമയത്ത് അനുയോജ്യമാണ്. AICCക്ക് നന്ദി പറയുന്നു, പൊതുജനങ്ങൾക്ക് നന്ദി പറയുന്നു, മീഡിയയ്ക്ക് നന്ദി പറയുന്നു. ഇവിടെ എന്തായാലും ഈ ആഘോഷങ്ങളൊന്നും അവസാനിക്കില്ല. ഇനി VD ഇങ്ങോട്ട് വരുന്നുണ്ടോ? VD വരുന്നുണ്ട്. VD വരുന്ന നിയമസഭാ യോഗം നടക്കുകയാണ്. VD ഇങ്ങോട്ട് വരുന്നുണ്ട്. തീർച്ചയായും എന്തായാലും VDയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകരൊക്കെ ഇവിടെ ആവേശത്തോടു കൂടി മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി അങ്ങനെ നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കേരളം കാത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, ആരുടെയൊക്കെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാം. അതായത് തങ്ങളാണ് ഈ നാട് ഭരിക്കേണ്ടത് എന്നുള്ള തീരുമാനവുമായി ചിലരൊക്കെ പുറകിൽ നിന്നും അതിന് ചരട് വലിക്കുമ്പോൾ അതിന് കൃത്യമായും ഒരു മുഖം വേണം. ആ മുഖം ആരാണ് എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സമയമായി
കാത്തിരിപ്പായിരുന്നു ഇത്രയധികം ദിവസങ്ങൾ നീണ്ടു നിന്നത്. കേരളം ഇങ്ങനെ കാത്തിരുന്നതിന് ഒടുവിലാണ് ഈ ഇന്ദിരാഭവനിൽ വലിയ ആഹ്ലാദം തന്നെയാണ് VD അനുകൂലികളുടെ ഭാഗത്തിനും ഉണ്ടാകുന്നത്. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.